ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സയൻസിലെ 5 മുതൽ 7 വരെയുള്ള ലെസൺസ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണിത്. നമുക്ക് നോക്കാം. 5ാമത്തെ ലെസനാണ് പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. പഞ്ചസാരയുടെ ഘടകങ്ങളാണ് കാർബണും ജലവും. പഞ്ചസാരയിലെ ഘടകങ്ങളാണ് കാർബൺ, ജലം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. 1806 ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഭജിക്കാമെന്ന് സർ ഹംഫ്രി ഡേവി കണ്ടെത്തിയത്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ വ്യക്തി ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് കാർബണും ഹൈഡ്രജനും ഓക്സിജനുമാണ്. നമ്മൾ നേരത്തെ ജലമെന്ന് പറഞ്ഞു. ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പഞ്ചസാരയിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത്. ശുദ്ധ പദാർത്ഥങ്ങൾ 2 തരത്തിലാണുള്ളത്. 1 മൂലകങ്ങളും 2 സംയുക്തങ്ങളും. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഉദാഹരണം ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ തുടങ്ങിയവയാണ്. രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങളെന്ന് പറയുന്നത്. രാസപ്രവർത്തനങ്ങളിലൂടെ 2 അതിലധികമോ മൂലകങ്ങൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഇവയെ ഘടകങ്ങളാക്കാൻ സാധിക്കും. ആധുനിക രീതിയിലുള്ള മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തി ബെർസീലിയസ് ആണ്. ആധുനിക രീതിയിലുള്ള മൂലകങ്ങളുടെ പ്രതീക സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിയാണ് ബെർസീലിയസ്. ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. ബെർസീലിയസ് കണ്ടുപിടിച്ച മൂലകങ്ങളാണ് സെലീനിയം, തോറിയം, സീറിയം, സിലിക്കൺ. പൊളോണിയം എന്ന മൂലകത്തിന് ആ പേര് വന്നത് പോളണ്ട് എന്ന രാജ്യത്തിൽ നിന്നാണ്. പോളണ്ട് എന്ന രാജ്യത്തിൽ നിന്നാണ് പൊളോണിയം എന്ന മൂലകത്തിന് ആ പേര് വന്നിട്ടുള്ളത്. ക്യൂറിയം എന്ന പേര് മേരി ക്യൂറിയുടെ ബഹുമാനാർത്ഥം കൊടുത്തിട്ടുള്ളതാണ് ക്യൂറിയം. ക്രോമിയം നിറത്തിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. ക്രോം എന്ന നിറത്തിൻ്റെ പേരാണ് ക്രോമിയത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇൻഡിയം എന്ന പേരും നിറത്തിൻ്റെ പേരാണ് ലഭിച്ചിട്ടുള്ളത്. ഇൻഡിഗോ നിറത്തിൻ്റെ പേരാണ് ഇൻഡിയം എന്ന മൂലകത്തിന് നൽകിയിട്ടുള്ളത്. ക്ലോറോ എന്ന നിറത്തിൻ്റെ പേരാണ് ക്ലോറിൻ വാതകത്തിന് കൊടുത്തിട്ടുള്ളത്. സൗരയൂഥത്തിലെ ഗ്രഹമായിട്ടുള്ള നെപ്റ്റ്യൂണിൻ്റെ പേരാണ് നെപ്റ്റ്യൂണിയം എന്ന മൂലകത്തിന് നൽകിയിട്ടുള്ളത്. യൂറോപ്പിയം എന്ന മൂലകത്തിന് പേര് ലഭിച്ചത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് യൂറോപ്യൻ മൂലകത്തിന് നൽകിയിരിക്കുന്നത്. മൂലകത്തിൻ്റെ പ്രതീകങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുക്കുന്നത്. 2 ലെറ്റേഴ്സ് വരുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും, രണ്ടാമത് വരുന്നത് സ്മോൾ ലെറ്ററിലായിരിക്കും. കാർബണിൻ്റെ പ്രതീകം സി ആണ്, ഓക്സിജൻ്റെ ഒ, നൈട്രജൻ്റെ എൻ, ഹൈഡ്രജൻ എച്ച് ആണ്, സൾഫർ എസ്, കാൽസ്യം CA എന്നാണ്, ക്ലോറിൻ CL എന്നാണ്, ക്രോമിയം CR ആണ്. കാൽസ്യം CA, ക്ലോറിൻ CL, ക്രോമിയം CR, ബ്രോമിൻ BR, ബെറീലിയമാണ് BE. സോഡിയം എന്ന മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം. നാട്രിയം എന്ന ലാറ്റിൻ പേരിൽ അറിയപ്പെടുന്നത് സോഡിയമാണ്. അതിൻ്റെ പ്രതീകം Na എന്നാണ്. പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നാമമാണ് കാലിയം. K എന്ന ലെറ്ററാണ് പ്രതീകം. കോപ്പറിൻ്റെ ലാറ്റിൻ നാമമാണ് കുപ്രം. കോപ്പറിൻ്റെ കുപ്രം എന്നാണ്. Cu എന്നാണ് പ്രതീകം. അയണിൻ്റെ ലാറ്റിൻ നാമമാണ് ഫെറം. ഫെറം Fe എന്നതാണ് അയണിൻ്റെ പ്രതീകം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒരു മൂലകത്തിൻ്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഒറ്റ ആറ്റമായി സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന വാതക മൂലകങ്ങളാണ് ഹീലിയവും നിയോണും. ഒറ്റ ആറ്റമായിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന വാതക മൂലകങ്ങളാണ് ഹീലിയവും നിയോണും. 2 ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രം നിൽക്കാൻ കഴിയുന്നവയാണ് ഹൈഡ്രജനും ഓക്സിജനും. 2 ആറ്റങ്ങൾ ചേർന്ന് ജോഡിയായി മാത്രം നിൽക്കാൻ കഴിയുന്നവയാണ് ഹൈഡ്രജനും ഓക്സിജനും. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ. സ്വതന്ത്രമായും സ്ഥിരമായും നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് തന്മാത്രകൾ.
വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നതാണ് സംയുക്തം. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നതാണ് സംയുക്തം. ആറ്റം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ആറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. വിഭജിക്കാൻ കഴിയാത്തത്. ആധുനിക ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്ന വ്യക്തി ജോൺ ഡാൾട്ടൺ ആണ്. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക ആറ്റം സിദ്ധാന്തം കൊണ്ടുവന്നത്. ആറ്റം കണ്ടെത്തിയ ഭാരതീയനായ വ്യക്തിയാണ് കണാദൻ. ആറ്റം കണ്ടെത്തിയ ഗ്രീക്ക് ചിന്തകനാണ് ഡെമോക്രീറ്റസ്. ആറ്റത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്ന ഭാരതീയൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ കണാദനാണ്. ഗ്രീക്ക് ചിന്തകൻ എന്ന് ചോദിച്ചാൽ ഡെമോക്രീറ്റസ് ആണ്. ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ് ഹീലിയം, നിയോൺ, ആർഗൺ. ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ് ഹീലിയം, നിയോൺ, ആർഗൺ. ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ H മാത്രമാണ്. ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറയുകയാണെങ്കിൽ H2 ആണ്. ഫോസ്ഫറസ് തന്മാത്ര P4 ആണ്. സൾഫർ തന്മാത്ര S8 ആണ്. ഹൈഡ്രജന് 2 ആറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. അതുപോലെ തന്നെ ഫോസ്ഫറസിന് 4 ആറ്റങ്ങൾ ഉള്ളപ്പോഴാണ് നിലനിൽപ്പുണ്ടാവുന്നത്. സൾഫറിന് 8 ആറ്റങ്ങൾ ഉള്ളപ്പോഴാണ് നിലനിൽപ്പുള്ളത്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളെ പറയുന്നതാണ് ഏക ആറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ മോണോ ആറ്റോമിക് എന്ന് പറയുന്നത്. ഒരാറ്റം മാത്രമുള്ള മൂലക തന്മാത്രകളാണ് ഏക ആറ്റോമിക തന്മാത്രകൾ. 2 ആറ്റങ്ങളുള്ള മൂലക തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ. 2-ലധികം ആറ്റങ്ങൾ അടങ്ങിയ മൂലക തന്മാത്രകളാണ് ബഹു ആറ്റോമിക തന്മാത്രകൾ. ഏക ആറ്റോമിക തന്മാത്രകളുടെ പ്രതീകം ആറ്റത്തിൻ്റെയും തന്മാത്രകളുടെയും എണ്ണം ഇടതുവശത്തായിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. ബഹു ആറ്റോമിക തന്മാത്രകളുടെ പ്രതീകം ഇടതുവശത്ത് തന്മാത്രകളുടെ ആകെ എണ്ണവും ചുവടെ വലതുവശത്തായിട്ട് ആറ്റങ്ങളുടെ എണ്ണവും എഴുതിയിട്ടുണ്ടാവും. ബഹു ആറ്റോമിക തന്മാത്രകളുടെ പ്രതീകം എഴുതുന്ന സമയത്ത് തന്മാത്രകളുടെ ആകെ എണ്ണം എഴുതുന്നത് ഇടതുവശത്താണ്. ആറ്റങ്ങളുടെ എണ്ണം എഴുതുന്നത് ചുവടെ വലതുവശത്താണ്. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് സംയുക്തങ്ങളെന്ന് പറയുന്നത്. വ്യത്യസ്ത മൂലക ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന തന്മാത്രകൾ അടങ്ങിയവയാണ് സംയുക്തങ്ങൾ. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. കാർബൺ ഓക്സിജനിൽ ജ്വലിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കും. അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡിലെ ആറ്റങ്ങളുടെ അനുപാതം 1:2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിലെ CO2ലെ ആറ്റങ്ങളുടെ അനുപാതം 1:2 ആണ്. CH4 ആണ് മീഥേൻ എന്ന് പറയുന്നത്. ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം കാർബൺ 1 ഹൈഡ്രജൻ 4 1:4 ആണ് അനുപാതം. ജലത്തിൽ H2O ആണ്. ഹൈഡ്രജൻ 2 ഓക്സിജൻ 1 2:1 അനുപാതം. H2SO4ൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ H 2 S1O 4 ആകെ 7 ആറ്റമാണ് ഉള്ളത്. അതേസമയം 2H2SO4ൽ എത്ര ആറ്റമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നത് എല്ലാത്തിനും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 14 വരുന്നത്. 7 × 2 14 ആകെ ആറ്റങ്ങളുടെ എണ്ണം. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്നതാണ് അഭികാരകങ്ങൾ. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ പറയുന്നതാണ് അഭികാരകങ്ങൾ അല്ലെങ്കിൽ റിയാക്റ്റൻസ്. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പദാർത്ഥങ്ങളെ പറയുന്നതാണ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ്. ഒരു രാസസമവാക്യം എഴുതുന്ന സമയത്ത് അഭികാരകങ്ങളുടെ ഭാഗത്തും ഉൽപ്പന്നങ്ങളുടെ ഭാഗത്തും ഒരേ ഇനം ആറ്റങ്ങളുടെ എണ്ണം തുല്യമായിരിക്കണം. ഇങ്ങനെയുള്ള രാസസമവാക്യങ്ങളെയാണ് സമീകൃത രാസസമവാക്യങ്ങൾ എന്ന് പറയുന്നത്. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. NH3 ആണ് അമോണിയ എന്നറിയപ്പെടുന്നത്. അമോണിയയിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ്. അടുത്ത ലെസനാണ് രാസമാറ്റങ്ങൾ. തന്മാത്ര ക്രമീകരണത്തിലെ മാറ്റം മാത്രം നടക്കുന്നതാണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. തന്മാത്ര ക്രമീകരണത്തിൽ മാത്രമാണ് മാറ്റം നടക്കുന്നത്. പഴയ അവസ്ഥയിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നതാണ് ഭൗതിക മാറ്റം. പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നതാണ് രാസമാറ്റം എന്ന് പറയുന്നത്. പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നതാണ് രാസമാറ്റം. സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനും ആൽക്കലിയും ഉണ്ടാകുന്നു. ആൽക്കലിയായി രൂപപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്.
മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ താപവും പ്രകാശവുമാണ് ഉണ്ടാവുന്നത്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ താപവും പ്രകാശവും ഉണ്ടാവുന്നു. താപ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുന്ന സമയത്ത് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവുമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റും താപവും ചേരുന്ന സമയത്ത് പൊട്ടാസ്യം മാംഗനേറ്റും മാംഗനീസ് ഓക്സൈഡും ഓക്സിജനും ഉണ്ടാവുന്നു. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ. താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ താപമോചക പ്രവർത്തനങ്ങളെന്നും താപം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപ ആഗിരണ പ്രവർത്തനങ്ങളെന്നുമാണ് പറയുന്നത്. പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഫോട്ടോസിന്തസിസ്. പ്രകാശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് സമയത്ത് ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ രാസസൂത്രം പഠിച്ചു വെക്കണം, എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കുക. 6 ജലവും 6 കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവുമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉൽപ്പന്നമായി കിട്ടുന്നത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രമാണ് C6H12O6. H മാത്രം 12 ആണ്, 2ഉം 6 ആണ് വരുന്നത്. ഓക്സിജൻ കിട്ടുന്നുണ്ട്, 6 ഓക്സിജനാണ് കിട്ടുന്നത്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രമാണ് C6H12O6. മിന്നാമിനുങ്ങ് മിന്നാൻ കാരണം ലൂസിഫെറൈസ് എൻസൈമാണ്. ലൂസിഫെറൈസ് എൻസൈം. ലൂസിഫെറിനും ഓക്സിജനും ചേർന്ന് ഓക്സിലൂസിഫെറിൻ ഉണ്ടാവുന്നു. ഈ ഒരു പ്രതിഭാസം ബയോലുമിനിസെൻസ് എന്ന് അറിയപ്പെടുന്നു. 95% പ്രകാശോർജ്ജമായതുകൊണ്ടാണ് അതിന് ചൂട് അനുഭവപ്പെടാത്തത്. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് പ്രകാശ രാസപ്രവർത്തനങ്ങൾ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. അതിന് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഇലക്ട്രോലൈറ്റുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്. ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായവയാണ് ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും. ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനികളിലും ഇലക്ട്രോലൈറ്റുകളായവയാണ് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളാണ് ഇലക്ട്രോഡുകൾ. ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസ സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് പറയുന്നത്. രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനങ്ങളാണ് വൈദ്യുത രാസ സെൽ. ആസിഡും ലോഹവും ചേർന്ന് വൈദ്യുതി ഉണ്ടാവുന്നു. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനമാണ് വൈദ്യുത രാസപ്രവർത്തനം. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ലോഹവസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇരുമ്പ് വളയിൽ വെള്ളി പൂശാൻ ഉപയോഗിക്കുന്നത് വെള്ളി ദണ്ടും സിൽവർ സയനൈഡ് ലായനിയും സോഡിയം സയനൈഡ് ലായനിയുടെയും മിശ്രിതമാണ്. ഊർജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ഊർജാഗിരണ രാസപ്രവർത്തനങ്ങൾ, എൻഡോഎർജിക് റിയാക്ഷൻസ്. ഊർജം ആഗിരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളാണ് ഊർജാഗിരണ രാസപ്രവർത്തനങ്ങൾ. ഊർജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളാണ് എക്സോഎർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഊർജമോചക പ്രവർത്തനങ്ങൾ.
ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത് റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയിലാണ്. റേഡിയോയിലും ക്യാമറയിലും ക്ലോക്കിലും കളിപ്പാട്ടങ്ങളിലും ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലാണ്. വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെൽ. വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നത് മെർക്കുറി സെല്ലാണ്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ല്. റീചാർജ് ചെയ്യാവുന്ന ടോർച്ചിലും ക്യാമറകളിലും ഉപയോഗിക്കുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. മൊബൈൽ ഫോണ്, ലാപ്ടോപ്പുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ സെല്ലാണ്. മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്നത് ലിഥിയം അയോൺ സെല്ലാണ്. പോസിറ്റീവ്, നെഗറ്റീവ് ഇലക്ട്രോഡുകളിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന കണങ്ങളാണ് അയോണുകൾ. പോസിറ്റീവ്, നെഗറ്റീവ് ഇലക്ട്രോഡുകളിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന കണങ്ങളാണ് അയോണുകൾ. പോസിറ്റീവ് അയോണുകളുടെ പ്രതീകങ്ങൾക്ക് മുകളിൽ പ്ലസ് എന്നുള്ള സിമ്പൽ ഉണ്ടാകും. നെഗറ്റീവ് അയോണുകളുടെ പ്രതീകങ്ങൾക്ക് മുകളിലായിട്ട് നെഗറ്റീവ് സിമ്പലും ഉണ്ടായിരിക്കും. പോസിറ്റീവ് സിമ്പൽ കാണിക്കുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ്. നെഗറ്റീവ് സിമ്പൽ കാണിക്കുന്നത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണ്. വർക്കിംഗ് മോഡലായിട്ട് അഗ്നിപർവ്വതം നിർമ്മിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് അമോണിയം ഡൈക്രോമേറ്റ് പൗഡർ. അമോണിയം ഡൈക്രോമേറ്റ് പൗഡറാണ് അഗ്നിപർവ്വതം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. അടുത്ത ലെസനാണ് ലോഹങ്ങൾ. ലോഹങ്ങളുടെ സവിശേഷതകളാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, കാഠിന്യം, ലോഹദ്യുതി, താപചാലകത, ഉയർന്ന താപനിലയിൽ ഉരുകുന്നു, ഉയർന്ന സാന്ദ്രത, ഉയർന്ന ദ്രവണാങ്കം തുടങ്ങിയവ. ലോഹങ്ങളെ അടിച്ചു പരത്തുന്നതിനെയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി കൂടിയ ലോഹം സ്വർണ്ണമാണ്. 1 ഗ്രാം സ്വർണ്ണത്തെ 6.7 ചതുരശ്ര അടി പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വർണത്തിൻ്റെ മാലിയബിലിറ്റി 6.7 ചതുരശ്ര അടിയാണ്. ഡക്റ്റിലിറ്റി 2 കിലോമീറ്റർ ആണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വലിച്ചു നീട്ടുന്നതാണ്. 1 ഗ്രാം സ്വർണത്തിൻ്റെ ഡക്റ്റിലിറ്റി 2 കിലോമീറ്റർ ആണ്. ലോഹങ്ങളെ വലിച്ചു നീട്ടുന്നതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി കൂടുതലുള്ളത് പ്ലാറ്റിനത്തിനാണ്. പ്ലാറ്റിനമാണ് ഡക്റ്റിലിറ്റി കൂടുതലുള്ള ലോഹം. ബൾബിൻ്റെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൻ ആണ്. ലോഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം. കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് ഗാലിയവും സീസിയവും. കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് ഗാലിയം, സീസിയം. മൃദു ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയാണ്. മൃദു ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. കത്തി ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കുന്നവയാണ് ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും. ലോഹങ്ങൾ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കുന്നതാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹങ്ങൾ മുറിക്കുന്ന സമയത്ത് പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. അത് ലോഹത്തിൻ്റെ ഒരു സവിശേഷതയാണ് ലോഹദ്യുതി. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. താപം കടത്തിവിടുന്നവയാണ്. താപചാലകങ്ങളാണ് ലോഹങ്ങൾ. താപചാലകതയും വൈദ്യുത ചാലകതയും ലോഹങ്ങൾക്കുണ്ട്. താപചാലകത കൂടിയത് വെള്ളിക്കാണ്. അത് കഴിഞ്ഞു വരുന്നത് അലുമിനിയമാണ്, പിന്നീട് കോപ്പർ. താപചാലകത കൂടുതലുള്ളത് വെള്ളി, അലുമിനിയം, കോപ്പർ. വൈദ്യുത ചാലകത കൂടുതലുള്ളത് വെള്ളിക്കാണ്, അതിനുശേഷം കോപ്പർ, പിന്നീട് അലുമിനിയം. വൈദ്യുത ചാലകത കൂടുതലുള്ളത് വെള്ളിക്കാണ്, അത് കഴിഞ്ഞ് വരുന്നത് കോപ്പറാണ്. കോപ്പർ കഴിഞ്ഞാണ് അലുമിനിയത്തിനുള്ളത്. വീട്ടിലെ വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നത് കോപ്പർ കൊണ്ടാണ്. വീട്ടിലെ വൈദ്യുത കമ്പികൾ കോപ്പറാണ്. പുറത്തെ വൈദ്യുത തൂണിലുള്ളത് അലുമിനിയം കമ്പികളാണ്. പുറത്തെ വൈദ്യുത തൂണിൽ കാണപ്പെടുന്നത് അലുമിനിയം കമ്പികളാണ്. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സോണോരിറ്റി എന്ന് പറയുന്നത്. താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ് ഗാലിയം, സീസിയം, മെർക്കുറി. താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ് ഗാലിയം, സീസിയം, മെർക്കുറി. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലോഹങ്ങളുടെ മറ്റ് പ്രത്യേകതകളാണ്, സവിശേഷതകളാണ് ഉയർന്ന താപനിലയിൽ ഉരുകുന്നു. ലോഹങ്ങൾ ഉയർന്ന താപനിലയിൽ ഉരുകുന്നു. ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയുണ്ട്. ഉയർന്ന ദ്രവണാങ്കമുള്ളവയാണ് ലോഹങ്ങൾ. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം എന്ന് പറയുന്നത്. ഖരം ദ്രാവകമായി മാറുന്ന താപനിലയാണ് ദ്രവണാങ്കം. ദ്രാവകം വാതകമായി മാറുന്ന താപനിലയാണ് തിളനില. ദ്രാവകം വാതകമായി മാറുന്ന താപനിലയാണ് തിളനില. ദ്രവണാങ്കവും തിളനിലയും കൂടുതലുള്ളത് ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൻ്റെ ദ്രവണാങ്കം 3414 ഡിഗ്രി സെൽഷ്യസ് ആണ്.
തിളനില 5555. 4-5 5555 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൻ്റെ തിളനില. 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങളെന്ന് പറയുന്നത്. 2 അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. ലോഹങ്ങളേക്കാൾ മികച്ച ബലം ലോഹസങ്കരങ്ങൾക്കുണ്ടായിരിക്കും. ലോഹനാശത്തെ തടയാൻ ലോഹസങ്കരം സഹായിക്കുന്നു. സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് കോപ്പറും കൂടെ ചേർക്കുന്നുണ്ട്. ആഭരണമായി സ്വർണം ഉപയോഗിക്കുന്ന സമയത്ത് കോപ്പറാണ് ചേർക്കുന്നത്. ലോഹസങ്കരങ്ങളാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള. പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കും ചേർന്നതാണ് പിച്ചള. ബ്രോൺസ് അല്ലെങ്കിൽ ഓട് എന്ന് പറയുന്നത് കോപ്പറും ടിന്നും ചേർന്നതാണ്. കോപ്പർ അല്ലെങ്കിൽ ചെമ്പും ടിന്നും ചേർന്നതാണ് ഓട് അല്ലെങ്കിൽ ബ്രോൺസ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് നിക്കൽ, ക്രോമിയം, അയൺ എന്നിവയാണ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്നത് അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയാണ്. അൽനിക്കോയിൽ അടങ്ങിയവയാണ് അയൺ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്. ലോഹം വെള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. അതിനുദാഹരണമാണ് സോഡിയവും വെള്ളവും കൂടെ ചേരുന്ന സമയത്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ധാതുക്കളിൽ നിന്നാണ്. സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണ്. രണ്ടാമത്തെ ലോഹം ഇരുമ്പും മൂന്നാമത്തേത് കാൽസ്യവുമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയവും ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹം ഇരുമ്പ്, ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ ലോഹമാണ് കാൽസ്യം. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനാണ് പുറത്തു വരുന്നു. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുന്ന സമയത്ത് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് ഉണ്ടാവുന്നത്. ഇനി ശരീരത്തിലുള്ള ലോഹങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇതിനാവശ്യമുള്ളത് ഇരുമ്പാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ലോഹമാണ് കാൽസ്യം. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് സോഡിയവും പൊട്ടാസ്യവുമാണ്. കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം. ഇത് കൂടാതെ ചെറിയ തോതിൽ ആവശ്യമായിട്ടുള്ള ലോഹങ്ങളാണ് സിങ്ക്, കോപ്പർ, സെലീനിയം തുടങ്ങിയവ. ലോഹനാശനം തടയാനാണ് പെയിൻ്റ് അടിക്കുന്നത്. ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽസ് തടയാൻ വേണ്ടിയാണ് പെയിൻ്റ് അടിക്കുന്നത്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനമെന്ന് പറയുന്നത്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ലോഹനാശനം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ലെസൺ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്